ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. ഇപ്പോൾ ഗോൾഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്ലോ ആൻഡ് സ്റ്റഡി ആണ്, പക്ഷെ സ്റ്റോക്സോ ഫാസ്റ്റ് ആൻഡ് ഫിയേഴ്സ് ആണ്. അപ്പോൾ എനിക്കറിയാം സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് മുകളിലേക്ക് കയറുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടിയാനും നല്ല ചാൻസ് ഉണ്ട്. പക്ഷെ ഗോൾഡിന്റെ കേസ് അങ്ങനെയല്ല. ഗോൾഡിന്റെ വില എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വാല്യൂവിനേക്കാളും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റഡി ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷത്തിൽ ഗോൾഡിന്റെ വില കൂടിയതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഗ്രോത്ത് കർവ് നിങ്ങൾ നോക്കിയേ. ഇപ്പൊ ഗോൾഡിന്റെ വില എന്താണ്? 10 ഗ്രാം 24 ക്യാരറ്റ് ഗോൾഡിന് 89,410 രൂപയാണ്. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു വർഷം ഗോൾഡിന്റെ വില ഓൾ ടൈം ഹൈ എത്തിയിട്ടുണ്ട്. അതെ, ഗോൾഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, ഇന്ത്യയിൽ ഗോൾഡ് ഒരു പ്രഷ്യസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ ഇത് സമ്പത്ത്, സമൃദ്ധി, നല്ല ആരോഗ്യം, പാരമ്പര്യത്തിന്റെ ഒക്കെ ഒരു പ്രതീകമാണ്. അപ്പം ഇന്ത്യൻ കുടുംബങ്ങളിൽ വർഷങ്ങളായിട്ട് സ്വർണ്ണം അവരുടെ ഒരു ഇഷ്ടപ്പെട്ട നിക്ഷേപമായിട്ട് തുടരുന്നുണ്ട്. അപ്പൊ നമ്മുടെ അമ്മമാരും ഈ അമ്മൂമ്മമാരൊക്കെ പണം സേവ് ചെയ്ത് വെച്ചിട്ട് സ്വർണം വാങ്ങാനും സമ്പത്തായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ ലോങ് ടേമിൽ ഗോൾഡ് അവർ സേഫ്റ്റി നെറ്റ് ആയിട്ടാണ് അവർ ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പം ഇത് ശരിയാണ്. നിങ്ങൾക്കറിയാമോ, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് അവരുടെ വാല്യൂ റീറ്റെയിൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ളപ്പോഴും ഗോൾഡിന് വളരാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഫിസിക്കൽ ഗോൾഡിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ വഴികളുണ്ട്. ഓരോന്നും നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന 4 വഴികൾ നമ്മൾ പറയുന്നുണ്ട്. ഫിസിക്കൽ ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ്, ഗോൾഡ് ETF, അതുപോലെ ഗോൾഡ് ഫണ്ട്സും. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷ്യസ് മെറ്റൽ കമ്മോഡിറ്റി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫിസിക്കൽ ഫോമിൽ നിങ്ങൾക്ക് വാങ്ങാം, അതായത് ജ്വല്ലറി, കോയിൻസ് ഒക്കെ ആയിട്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് വേണ്ടത്? ഇപ്പം ഇൻഫ്ലേഷൻ കൂടുന്നത്, എക്കണോമിക് അൺസർട്ടനിറ്റി, അതുപോലെ പർച്ചേസിംഗ് പവർ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ എഗ്നസ്റ്റ് ഹെഡ്ജ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 1990 മുതൽ 2000 ഇടയ്ക്ക് ഗോൾഡിന്റെ വില എന്ന് പറഞ്ഞാൽ 10 ഗ്രാമിന് 3200 മുതൽ 5200 രൂപയുടെ ഇടയ്ക്കായിരുന്നു. അതായത് 1995 നിങ്ങളിപ്പോൾ 1 കിലോ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് 46,800 രൂപയോളം മൂല്യമുള്ള സാധനങ്ങൾ അന്ന് വാങ്ങായിരുന്നു. ഇന്നിപ്പോൾ നിങ്ങൾക്ക് 1 കിലോ ഗോൾഡ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 8,72,000 രൂപയോളം മൂല്യമുള്ള സാധനങ്ങൾ വാങ്ങാം. അപ്പം ഇത്രയും അധികം കൂടിയത് ഗോൾഡിന്റെ മൂല്യം മാത്രമല്ല കാണിക്കുന്നത്, മറിച്ച് ഇൻഫ്ലേഷൻ അതുപോലെ എക്കണോമിക് അൺസർട്ടനിറ്റിക്ക് എഗ്നസ്റ്റ് ഹെഡ്ജ് ചെയ്യാനുള്ള പവറാണ് ഇത് കാണിക്കുന്നത്. പ്ലസ് ഫിസിക്കൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുകയല്ല നിങ്ങൾ ചെയ്യുന്നത്. അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്നത്, ലോങ് ടേം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോൾഡ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് അസറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഫിസിക്കൽ ഗോൾഡിനൊക്കെ കുറച്ച് വെല്ലുവിളികളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കൂടി പറയാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോറേജ് ആൻഡ് ഇൻഷുറൻസ് ആണ്. അതായത് ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ, അതായത് ചെറിയ ഗോൾഡ് കോയിൻസ് ഒക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ വലിയ ഐറ്റം, അതായത് ജ്വല്ലറി ഒക്കെ ആണെങ്കിൽ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ എന്തായാലും വെക്കണം. അങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് അതിനെന്തായാലും കോസ്റ്റ് വരും. അതുപോലെ തന്നെ നമ്മൾ അത് ഇൻഷുർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്നിപ്പോൾ ലോകത്തിന്റെ ഏതൊരു ഭാഗത്തു നിന്നാണെങ്കിലും മോഷണം പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങളുടെ അമ്മമാർക്കൊക്കെ എപ്പോഴും ഗോൾഡിനെ കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ ആവും. അപ്പോൾ ഈവൻ ബാങ്ക് ലോക്കറിൽ വെച്ചാൽ പോലും അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മോഷണം പോകുമെന്നുള്ള പേടി എല്ലാവർക്കും തന്നെ ഉള്ളതാണ്. ഇനി അടുത്ത മേക്കിംഗ് ചാർജ് ആണ്. നമ്മളിപ്പം ഗോൾഡ് ജ്വല്ലറി ഒക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ മേക്കിംഗ് ചാർജ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ ഒരു മേക്കിംഗ് ചാർജ് എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ്. ഇനിയിപ്പം അടുത്തൊരു പ്രശ്നം പറഞ്ഞാൽ ലിക്വിഡിറ്റി ആണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, നിങ്ങളുടെ അടുത്ത് ഇപ്പം ജ്വല്ലറി ഉണ്ടെങ്കിൽ അടുത്തുള്ളൊരു ജ്വല്ലറി ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് എളുപ്പത്തിൽ ലിക്വിഡേറ്റ് ചെയ്യാമെന്ന്. എസ്പെഷ്യലി ഇപ്പം നിങ്ങൾക്ക് ഫെയർ മാർക്കറ്റ് പ്രൈസ് വേണമെങ്കിൽ അത് അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഗോൾഡ് ഒരു ഇൽലിക്വിഡ് അസറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തത് ടാക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാവോ, നിങ്ങളിപ്പോൾ ഒരു ഗോൾഡ് നിങ്ങൾ വാങ്ങുമ്പോൾ 3% ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അടയ്ക്കണം, അതായത് GST. ഇനിയിപ്പോൾ ഒരു 2 വർഷമൊക്കെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഗോൾഡ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12.5% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നിങ്ങൾ അടയ്ക്കണം വിത്ത് നോ ഇൻഡെക്സേഷൻ. സോ ഇവിടെയാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് കടന്നു വരുന്നത്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ? സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ ഗോൾഡിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഡിജിറ്റൽ ഫോമിലുള്ള ഗോൾഡിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഫിസിക്കൽ ഗോൾഡ് നമുക്ക് സ്വന്തമാക്കാതെ നമ്മൾ ഗോൾഡിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മോഡേൺ രീതിയാണിത്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഗോൾഡ് ഡിജിറ്റൽ ഫോമിൽ വാങ്ങാനും വിൽക്കാനും സൂക്ഷിക്കാനും ഒക്കെ സാധിക്കും. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഗോൾഡിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം.
അപ്പോൾ ഇവിടെ ഓരോ യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് എമൗണ്ട് ഫിസിക്കൽ ഗോൾഡ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു ടാഞ്ചിബിൾ അസറ്റ് ബാക്ക്ഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. പക്ഷേ ഡിജിറ്റൽ ഗോൾഡിനും കുറച്ച് വെല്ലുവിളികളുണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം, ഡിജിറ്റൽ ഗോൾഡ് ഓഫർ ചെയ്യുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് എല്ലാം ഒരു 2 മുതൽ 3% മാനേജ്മെന്റ് ഫീസ്, സ്റ്റോറേജ് കോസ്റ്റ്, അതുപോലെ ഇൻഷുറൻസ് ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ബാങ്ക് ലോക്കറിനെ പോലും വിശ്വാസമില്ലാത്ത നമ്മുടെ അമ്മമാർക്കൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം വിശ്വാസമാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ എന്തായാലും സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാവും. റെഗുലേറ്ററി നോംസ് ഒന്നും ഈ ഒരു പ്ലാറ്റ്ഫോം പാലിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനൊന്നും റെഗുലേറ്ററി അതോറിറ്റിയും ഇല്ല. നിങ്ങൾക്കറിയാമോ ഗോൾഡ് എങ്ങനെയാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന്? അപ്പോൾ ഇത് ഡിജിറ്റൽ ഗോൾഡിന്റെ കേസിൽ മാത്രമല്ല, ചില പ്ലാറ്റ്ഫോമിലൊക്കെ സ്റ്റോറേജ് ചെയ്യുന്നതിൽ ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ എക്സ്പയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് വിൽക്കാനോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിക്ക് വർക്ക് ആവില്ല. അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിനെയും മാർക്കറ്റ് വോളറ്റിലിറ്റി ഒക്കെ ബാധിക്കും. ഇനി നമ്മൾ ടാക്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഗോൾഡിനെ പോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിനും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് ഫിസിക്കൽ ഗോൾഡിനേക്കാളും എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഇന്ത്യയിൽ 1 ഗ്രാം ഫിസിക്കൽ ഗോൾഡ് അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിന്റെ വില ഞാൻ കാണിച്ചു തരാം. ഇത് 26 മാർച്ച് പ്രകാരമാണ്. അപ്പോൾ ഇന്ത്യയിൽ 1 ഗ്രാം 24 ക്യാരറ്റ് ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് 8,941 രൂപയാണ്. അതുപോലെ തന്നെ 1 ഗ്രാം ഡിജിറ്റൽ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് 9,691 രൂപയാണ്. സോ എന്താണ് ഇവിടുത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന വേറെ 2 വഴികളും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം എന്താണ് ഗോൾഡ് ETF എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അടുത്ത് ഗോൾഡ് ETF ഒരുപാട് പോപ്പുലാരിറ്റി നേടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഡിസംബർ 2024 മുതൽ ജാനുവരി 2025 ഇടയ്ക്ക് ഗോൾഡ് ETFന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 16% കൂടി. അതായത് 44,595 കോടി രൂപയിൽ നിന്ന് 51,839 കോടി രൂപയിലേക്ക് എത്തി. അതുപോലെ തന്നെ മന്ത്ലി ഇൻഫ്ലോ മന്ത്ലി ബേസിസിൽ 486% കൂടി. അതായത് ഡിസംബർ 2024 640 കോടി ഇൻഫ്ലോ ഇന്ന് 2025 ജാനുവരിയിൽ 3,571 കോടി രൂപയിലേക്ക്. സോ എന്താണ് ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡ് പ്രൈസ് ട്രാക്ക് ചെയ്യുന്ന ഒരു പാസീവ്ലി മാനേജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് ETF എന്ന് പറയുന്നത്. ഓരോ യൂണിറ്റ് ഗോൾഡ് ETF എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഗോൾഡിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഹൈ പ്യൂരിറ്റി ഫിസിക്കൽ ഗോൾഡ് ബാക്ക്ഡ് ആണ്. ഗോൾഡ് ETFs ഒക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യും. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സിംഗിൾ ഗോൾഡ് ETF ഫണ്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം ഫിസിക്കൽ ഗോൾഡിന് ഈക്വൽ ആണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഗോൾഡ് ETF ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ളി ഗോൾഡ് ബാക്ക്ഡ് ആണ്. ഗോൾഡ് ETF ഡൊമസ്റ്റിക് ഗോൾഡ് റേറ്റ്സ് ആണ് മിറർ ചെയ്യുന്നത്. സോ ഇവിടെ ഗോൾഡ് വില കൂടിയിട്ടുണ്ടെങ്കിൽ യൂണിറ്റിന്റെ വിലയും കൂടും. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാനും വിൽക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ ETF-ന്റെ NAV ഗോൾഡ് പ്രൈസ് അതുപോലെ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു മെത്തേഡിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെ നിങ്ങൾക്ക് ഗോൾഡ് ഒന്നും നിങ്ങൾക്ക് സ്വന്തമാക്കുന്നില്ല നിങ്ങൾ. അതായത് ഇവിടെ നിങ്ങൾ ഗോൾഡിലേക്ക് ഒരു ഫിസിക്കൽ ആക്സസ് ഒന്നും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കയ്യിൽ യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ ഈ യൂണിറ്റ്സ് ആണ് വാല്യൂ ട്രാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മാർക്കറ്റ് റിസ്ക്കും ഉണ്ട്. ഈവൻ ഗോൾഡ് സ്റ്റേബിൾ ആണെങ്കിലും നമുക്ക് ഓവർ ദ ടൈം മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഗോൾഡ് ETF-ൽ മാറ്റങ്ങൾ വരാം. കൂടാതെ ഇവിടെ ആണെങ്കിലും നമുക്ക് അഡീഷണൽ ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മാനേജ്മെന്റ് ഫീസ് ഉണ്ട്. ഇപ്പോൾ ഗോൾഡ് ETF-ൽ നമുക്കൊരു 0.5 മുതൽ 1% ഇടയ്ക്ക് ബ്രോക്കറേജ് അല്ലെങ്കിൽ കമ്മീഷൻ ഫീസ് ഉണ്ട്. ഇനി നമുക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന വേറൊരു വഴിയും കൂടിയുണ്ട്. അതാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളുടെ ഫിസിക്കൽ ഗോൾഡ് വാങ്ങാതെ ഗോൾഡ് ബുള്ളിയനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണിത്. അതായത് ഫിസിക്കൽ ഗോൾഡ് കോയിൻസിലേക്കൊക്കെ. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ നല്ലൊരു ഓപ്ഷൻ ആണിത്. ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഡൊമസ്റ്റിക് ഗോൾഡ് പ്രൈസ് ആണ് ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അണ്ടർലൈൻ ഗോൾഡ് ETF-ലേക്കാണ് അവർ പൊതുവെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു SIP വഴി ഗോൾഡ് ഫണ്ട്സിലേക്ക് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിസിക്കൽ ഗോൾഡിന്റെ കേസിലുള്ളതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്റ്റോറേജിനെ കുറിച്ച് ഓർത്ത് നമ്മൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. മോഷണം പോകുമോ എന്നുള്ളൊരു കാര്യം നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഗോൾഡ് ഫണ്ട് വഴി നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് ഗോൾഡ് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ ഒന്ന് സേഫ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ഇനിയിപ്പം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ കുറവായതുകൊണ്ട് നമുക്കിതൊരു അട്രാക്റ്റീവ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് തോന്നാം. അല്ലെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹിഡൻ കോസ്റ്റുകളും ഉണ്ട്. അപ്പം ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഡ്യുവൽ എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്. ഗോൾഡ് ETF-ന്റെ എക്സ്പെൻസ് റേഷ്യോ അതുപോലെ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ രണ്ടും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? കാരണം ഗോൾഡ് ഫണ്ട് ഗോൾഡ് ETF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ടിന്റെയും അതുപോലെ തന്നെ ETF-ന്റെയും രണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ ബിയർ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിന് ഒരു മേജർ ഡ്രോബാക്ക് ഉണ്ട്. ഗോൾഡ് ETF ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോങ് ടേം ടാക്സ് ബെനിഫിറ്റിന് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കും. അതായത് ഗോൾഡ് ETF ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 2 വർഷം. അപ്പോൾ ഗോൾഡ് ETF ജസ്റ്റ് 1 വർഷം കൊണ്ട് ലോങ് ടേം സ്റ്റാറ്റസ് എത്തുമ്പോൾ പ്രോഫിറ്റിന്റെ മേലുള്ള ടാക്സ് 12.5% കുറയും. അപ്പോൾ ഗോൾഡ് ഫണ്ട് 2 വർഷം കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളിപ്പോൾ നേരത്തെ റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൈ ടാക്സ് റേറ്റ് കൊടുക്കേണ്ടതായിട്ട് നിങ്ങൾക്ക് വരും. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം.
നിങ്ങളിപ്പോൾ 1,00,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ഗോൾഡ് ETF വിറ്റിട്ട് നിങ്ങൾക്ക് 25,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയെങ്കിൽ 30% നിങ്ങളുടെ ടാക്സ് റേറ്റ്, അതായത് 7,500 രൂപ. പക്ഷെ ഇവിടെ നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞായിരുന്നു വിറ്റതെങ്കിൽ നിങ്ങളുടെ ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞ് 12.5% ആയിരുന്നേ, അതായത് ഏകദേശം 3,125 രൂപ. അപ്പൊ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ 4,375 രൂപ നിങ്ങൾക്ക് സേവ് ആക്കായിരുന്നു. പക്ഷെ ഗോൾഡ് ഫണ്ടിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ ഒരു വർഷം കൂടി വെയിറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഈ ഒരു ടാക്സ് അഡ്വാൻറ്റേജ് ലഭിക്കുള്ളൂ. സോ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന 4 രീതികൾ. പക്ഷേ ഇതിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ഗവൺമെന്റ് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് നിർത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പല വഴികൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് ആയിരുന്നെങ്കിൽ നമുക്ക് ഗോൾഡ് എക്സ്പോഷർ ലഭിക്കും, അതുപോലെ തന്നെ ഫിക്സഡ് റിട്ടേൺസും ലഭിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഏത് ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് ഏത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ബെസ്റ്റ് എന്ന് തീരുമാനിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പം ടാഞ്ചിബിൾ അസറ്റ് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ഗോൾഡ് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗോൾഡ് കോയിൻസും ഗോൾഡ് ബാർസ് ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് സ്റ്റോറേജ്, സേഫ്റ്റി, അതുപോലെ ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. ഇനി അടുത്ത് ഡിജിറ്റൽ ഗോൾഡ് ആണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൺവീനിയൻസിന് ബെസ്റ്റ് ആണ്. ഒരു ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫിസിക്കൽ സ്റ്റോറേജിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അപ്പോൾ ആക്ച്വൽ ഗോൾഡ് നിങ്ങൾക്ക് ഇവിടെ ഹോൾഡ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫിസിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഗോൾഡ് ETF ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഗോൾഡ് ETFിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ സ്റ്റോറേജിന് ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഗോൾഡിലേക്ക് എക്സ്പോഷർ ലഭിക്കും. അതുപോലെ തന്നെ സെബി റെഗുലേറ്റഡ് ആണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫണ്ട് ആണ് ഷെയർ ചെയ്യുന്നത്, സ്വർണ്ണം മാത്രമല്ല. ഇനി അടുത്ത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയോടെ ലോങ് ടേം വെൽത്ത് ക്രിയേഷൻ ഇത് നല്ലതാണ്. പ്രത്യേകിച്ച് SIP വഴി നമുക്ക് ചെറിയൊരു എമൗണ്ട് വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ട്, പക്ഷെ അതിനൊരു ഫീസും ഉണ്ട്. ഇപ്പോൾ ഡിജിറ്റൽ ഗോൾഡൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡയറക്റ്റ് കൺട്രോൾ കുറവാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 4 ഓപ്ഷന്റെയും 5 റിട്ടേൺസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിട്ടേൺസിൽ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ ഫിസിക്കൽ ഗോൾഡിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നൽകുന്നത് ഡിജിറ്റൽ ഗോൾഡ് ആണ്. കാരണം ഇവിടെ നമുക്ക് സ്റ്റോറേജ്, ഇൻഷുറൻസ്, അതുപോലെ ട്രാൻസാക്ഷൻ ഫീസ് ഒക്കെ കുറവായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ റീറ്റെയിൻ ചെയ്യും. പക്ഷേ നിങ്ങളുടെ കൺവീനിയൻസ്, ഫിസിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ ലോങ് ടേം സ്ട്രാറ്റജിക്കൊക്കെ അനുസരിച്ചിട്ട് വേണം നിങ്ങളിപ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങളിവിടെ എടുക്കാൻ. അപ്പോൾ ഇവിടെ ഓരോ ഓപ്ഷനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളും റിസ്ക് ടോളറൻസും നിങ്ങൾ കൺസിഡർ ചെയ്യണം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 4 ഓപ്ഷൻസിൽ ഏത് ഓപ്ഷനിലാവും നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് അത് നിങ്ങൾ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലും കൂടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.